എനിക്ക് 2 ദിവസം സന്തോഷം പ്രസിഡന്റ് ഇല്ല. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലാണ്. പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ മാലിന്യമുക്ത നവകേരളം വിലയിരുത്തലും പ്രഖ്യാപനവും ഇന്നിവിടെ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട MLA ചാണ്ടിയുമ്മനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് കുടുംബശ്രീക്കാരുടെ ഒരു സ്റ്റോളിൻ്റെ ഉദ്ഘാടനം കൂടിയുണ്ട്. അതും നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട MLA ചാണ്ടിയുമ്മനാണ്. അപ്പം നമുക്ക് ഈ 2 കാര്യങ്ങളുടെയും ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. സമയത്ത് നേരത്തെ വന്നു. എന്നെ കത്തിക്കാം. എനിക്കല്ല ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞില്ല. എല്ലാവിധ ആശംസകളും കുടുംബശ്രീയുടെ പ്രവർത്തകർക്ക് നൽകിയാണ്. മികച്ച ഒരു കടയായി ഒരു നല്ലത് നടത്തിയിട്ട് കൂടുതലായിട്ട് നമ്മുടെ നാട്ടുകാരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായി മുംബൈ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ ദിനത്തിൽ കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബ്രഹ്മപുത്ര തീപിടുത്തവുമായി തുടങ്ങിവെച്ച നാം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള മാലിന്യമുക്ത നവകേരളത്തിന്റെ പ്രവർത്തനങ്ങൾ 2016 ആരംഭിച്ചതാണ്. 2016 അധികാരമേറ്റ LDF ഗവൺമെന്റ് 4 മിഷനുകളുമായാണ് ആദ്യമായി തന്നെ പ്രവർത്തനം ആരംഭിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷനായിരുന്നു ഹരിത കേരളം മിഷൻ. അതിനകത്ത് വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട്,
മാലിന്യമുക്തമുണ്ട്, മണ്ണ്, കുടിവെള്ളം ഇവയെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു മിഷനായിരുന്നു ഹരിത കേരള മിഷൻ. നമ്മുടെ പ്രിയപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ അവറുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ദീർഘമായിട്ട് ഇനിയൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സാധാരണ നമ്മുടെ ആളുകൾ പറയാനുള്ള ഒരു കാര്യമുണ്ട്, ബ്രഹ്മപുത്ര തീപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ മാലിന്യമുക്ത നവകേരള പദ്ധതികൾ ആരംഭിച്ചത്. അല്ല, അത് 2016 LDF സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ പ്രഖ്യാപിച്ച 4 മിഷനുകളിൽ പ്രധാനപ്പെട്ട മിഷനായിരുന്നു. ആ മിഷന്റെ പൂർത്തീകരണമാണ് ഈ 2025 മാർച്ച് മാസം 30-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. തുടർന്ന് ഇന്നലെ ബ്ലോക്ക് തലത്തിൽ പാമ്പാടിയിലും വള്ളത്തും എല്ലാ പ്രഖ്യാപനങ്ങളും ഉണ്ടായി. വിവിധങ്ങളായ ഗ്രാമപഞ്ചായത്തുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി. ഇന്ന് ഇവിടെയും കോട്ടയത്തും നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപനങ്ങൾ നടക്കുന്നു. 7-ാം തീയതി തിങ്കളാഴ്ച ജില്ലയുടെ ആകെ എന്ന് പറഞ്ഞാൽ 11 ബ്ലോക്കുകളുടെയും 6 മുനിസിപ്പാലിറ്റികളുടെയും നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളും അണിനിരന്നുകൊണ്ടുള്ള പടുകൂറ്റൻ റാലിയും തിരുനക്കര മൈതാനിയിൽ ചേരാൻ പോകുന്ന മഹാസമ്മേളനവും അവിടെ സാക്ഷി നിർത്തി ഉത്തരവാദിത്തപ്പെട്ടവർ കോട്ടയം ജില്ലയെ ആകെ മാലിന്യമുക്ത നവ കോട്ടയം ജില്ലയായി പ്രഖ്യാപിക്കും. ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് മാത്രം മാലിന്യമുക്തമായി നിലനിൽക്കുമോ? പ്രഖ്യാപനങ്ങൾ ഒരു പരിധിവരെ അതിനാവശ്യമാണ്. ആളുകളിൽ അവബോധം സൃഷ്ടിക്കുക, ബോധവൽക്കരണം നടത്തുക. ഈ ആളുകൾ നമ്മൾ തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഇതുവരെയുള്ള മാലിന്യങ്ങളൊക്കെ ഇല്ലായ്മപ്പെട്ടു. ഇനി നമുക്ക് അതങ്ങോട്ട് നിലനിർത്താൻ കഴിയണം. അതിന് പഞ്ചായത്തും ബ്ലോക്കും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ. സാധാരണ മാലിന്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. അതിവിടെയും ആവർത്തിക്കുന്നു. വെറുതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളാണ്. 2 മുദ്രാവാക്യങ്ങൾ. മാലിന്യമുക്തമായ കേരളം സൃഷ്ടിക്കാൻ 2 മുദ്രാവാക്യങ്ങൾ. 1, മാലിന്യമുക്ത നവകേരളത്തിൽ ജീവിക്കുവാനുള്ള എന്റെ അവകാശം. എനിക്ക് അവകാശമുണ്ട്, ഭരണഘടനാപരമായ അവകാശമാണ്. മാലിന്യമില്ലാത്ത കേരളത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയണം. 2ാമത്തെ മുദ്രാവാക്യം, എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം. എങ്കിൽ സംഗതി ക്ലിയറായി. എന്റെ മാലിന്യം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഞാൻ ഉത്പാദിപ്പിക്കുന്ന മാലിന്യം. സംശയവും വേണ്ട, ജൈവവും അജൈവവുമായ ധാരാളം മാലിന്യങ്ങൾ ഉത്പാദിപ്പിക്കുന്നു. മുട്ടായി കടലാസ് മുതൽ സാധനങ്ങൾ വാങ്ങുമ്പോഴുള്ള പ്ലാസ്റ്റിക്കുകളെ ഇതര കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വമായി നാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാലിന്യമുക്ത നവകേരളത്തെ തുടർന്നു കൊണ്ടുപോകുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമ്മുടെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് പുതുപ്പള്ളി മണ്ഡലത്തിന്റെ ഉദ്ഘാടന കർമ്മം പ്രഖ്യാപനം ഇവിടെ നടത്തുകയാണ്. ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. യോഗത്തിന്റെ അധ്യക്ഷ ശ്രീമതി ബെറ്റിബോയ് അവർ, പ്രസിഡന്റ് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത്, പ്രിയപ്പെട്ട പള്ളമ്പ പ്രസിഡന്റ് ശ്രീ പ്രൊഫസർ ടോമസ് ജോസഫ് അവർ, മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൻ രാജു അവർ, പ്രിയപ്പെട്ട ശ്രീ ബിപിൻ ജോൺ വർഗീസ് ഡെപ്യൂട്ടി ഡയറക്ടർ EAU, പ്രിയപ്പെട്ട കുര്യൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, മാലിന്യമുക്ത കേരളത്തിൻ്റെ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ വിലയിരുത്തലും പ്രഖ്യാപനവുമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വരുവാനും നിങ്ങളെ പാലിക്കുവാനും സാധിച്ച് അതിയായ സന്തോഷമുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാടിനെ സംബന്ധിച്ച് മാലിന്യമുക്തമാകുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മാലിന്യമുക്തം
എന്നതിനോടൊപ്പം തന്നെ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ മണ്ഡല തലത്തിലുള്ള പരിപാടികൾ സൂചിപ്പിച്ചുകൊണ്ട് വെള്ളം, വായു, അതുപോലെ തന്നെ ഭക്ഷണം, മരുന്ന്, ഈ കാര്യങ്ങൾ കൂടി നമ്മുടെ സൗണ്ട്, അതുപോലെ തന്നെ വെളിച്ചം, ഈ കാര്യങ്ങൾ കൂടി നമുക്ക് മാലിന്യമുക്തമാക്കുവാൻ അല്ലെങ്കിൽ പൊല്യൂഷൻ ഫ്രീ ആക്കുവാൻ നമുക്ക് സാധിക്കണം. മാലിന്യം മുക്തമാവുന്നത് അപ്പോഴാണ് നമുക്ക് ആ ഒരു തലത്തിൽ കൂടി ഒരു പരിശ്രമം. ഇത് വലിയ വിജയമായിട്ടുണ്ട്. പക്ഷെ നമുക്ക് അടുത്ത ഘട്ടം എന്ന നിലയിൽ ഈ ഒരു എഫേർട്ട് കൂടി എടുക്കണം. നമ്മുടെ മണ്ണ്, അതുപോലെ തന്നെ വായു, ഇതൊക്കെ ക്യാൻസർ ഉണ്ടാക്കുക. മരുന്നുകൾ, നമുക്ക് പല മരുന്നുകളും ഇന്ന് രോഗത്തിനുള്ള വിമുക്തിയിൽ നിന്ന് രോഗത്തിലേക്ക് നയിക്കുക. വലിയ ഒരു ഞാൻ കഴിഞ്ഞ ദിവസം ക്യാൻസർ രോഗിയെ കാണുന്നു. അത് എന്നോട് പറഞ്ഞു, ഞാൻ ട്രീറ്റ്മെന്റ് വേദനയില്ല, വേദന മൊത്തം പോകും, പക്ഷെ ആള് സിംഗിങ് ചെയ്തു. നമുക്ക് ആ ഒരു തരത്തിലെ ഒരു പ്രവർത്തനം കൂടി നമ്മുടെ എല്ലാ മേഖലയിലും എത്തിച്ചാൽ മാത്രം. മരുന്ന് കഴിക്കണം, മരുന്ന് ഉപയോഗിക്കണം, പക്ഷെ ആ മരുന്ന് നമുക്ക് രോഗം മാറ്റി രോഗമില്ലാതെ കഴിഞ്ഞിട്ട് മരുന്നിന്റെ കാര്യമുണ്ടോ, അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോലെ അവര് ഡോക്ടർമാരും മറ്റുള്ള തരത്തിലുള്ള എല്ലാവരും വിചാരിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നമുക്ക് ഈ മാലിന്യമുക്തമായ പുതുപ്പള്ളി നിയോജകമുണ്ട്. ഇതിനകത്ത് എനിക്ക് 5ഓളം സ്ഥലങ്ങളിൽ എനിക്ക് പോകാൻ സാധിച്ചു. മികച്ച രീതിയിൽ ഇന്ന് നിലനിർത്തുന്നു. മാത്രമല്ല, നമ്മളിന്ന് കണ്ടൊരു കാര്യം, കഴിഞ്ഞ ദിവസം നിയമം നടപ്പിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അത് വളരെ സാധാരണമാണ്. കാരണം നിയമം നടപ്പിലാക്കിയാൽ മാത്രമേ ജനങ്ങൾക്ക് അല്പമെങ്കിലും ഒരു എന്താ പറയുക, ഒരു സന്ദേശം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ നിയമം നടപ്പിലാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കേരളത്തിൽ കണ്ടു. തീർച്ചയായിട്ടും മാലിന്യത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിൻ്റെ കാര്യമില്ല. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. നമ്മളെല്ലാം ആ തരത്തിൽ ചെറുപ്പം തൊട്ട് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനോട് ശ്രമിക്കണം. കുട്ടികളുടെ സ്മൂത്തായിട്ട് ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ പ്രഖ്യാപനം നടത്തി, പക്ഷെ കുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ LKG തൊട്ട് കുട്ടികൾക്ക് ഈ മാലിന്യത്തിന്റെ അത് മാലിന്യമുക്തമാക്കേണ്ട പ്രാധാന്യം കൂടി പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ നമ്മളിന്ന് പ്രഖ്യാപനം നടത്തുകൊണ്ടു ഫൈനലായിട്ട് റിസൾട്ട് ഉണ്ടാവുള്ളൂ. കാരണം വരുന്ന നാളുകളിലും കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് അതിന് ട്രെയിനിങ് കിട്ടിയ സ്വാഭാവിക ട്രെയിനിങ് കിട്ടിയാൽ എന്താ പറയുക, പഠിച്ചതേ പാടത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആ കുട്ടികൾ അതിനനുസരിച്ച് മുന്നോട്ട് വരും. അപ്പൊ സ്കൂൾ കരിക്കുലത്തിൽ കൂടി, നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ കൂടി ഈ തരത്തിലുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം നമ്മുടെ സ്കൂൾ പലപ്പോഴും പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇതും കൂടിയാണ്. ലൈഫ് സയൻസസ്, ലൈഫ് സ്കിൽസ് കൂടി പഠിപ്പിക്കുക, ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുകൂടി പഠിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ ഇതിന്റെ പൂർണ്ണ തോതിലുള്ള അർത്ഥം നമുക്ക് കൈവരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നമുക്ക് വിദേശ രാജ്യങ്ങൾ, ഏത് വിദേശ രാജ്യം എടുത്തു വെക്കണം, കുട്ടികൾ പോലും വളരെ ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ തരത്തിൽ പഠനം, അതുപോലെ തന്നെ കുട്ടികളിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ, അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് നമ്മൾ ഒരു മാലിന്യമുക്ത കേരളമായി നമ്മൾ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാകുമ്പോൾ തന്നെ അടുത്ത തലമുറയെ നിലനിർത്തുവാൻ സ്കൂൾ തലത്തിൽ ഇപ്പോൾ തന്നെ തുടങ്ങണം. അതിനുകൂടി നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഭക്ഷണവും വായുവും എല്ലാം സംരക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പുതുപ്പള്ളിയെ മാലിന്യ മുക്ത നിയോജക മണ്ഡലമായി ഇതിനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സുധാ കുര്യൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ടു. പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി വിജുഗോയി, ഇവിടെ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ മാലിന്യമുക്ത നിയോജകമണ്ഡലമായി പ്രഖ്യാപിച്ച് നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പുതുപ്പള്ളിയുടെ ചാനലിന്
പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജീവി, പുന്നപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമൃതാമി, പള്ളപ്പുറം പഞ്ചായത്തിൻ്റെ വെങ്കനായ പ്രസിഡന്റ് പ്രൊഫസർ പ്രവീച്ച്, നമ്മുടെ ലേഡി ശ്രീ ബിജോൺ, മംഗലക്കുളം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ മാധുക്കുട്ടി ചേർന്ന, ഇവിടെ എത്തിയിട്ടുള്ള പ്രിയ വിനിയോഗമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, പഞ്ചായത്ത് മെമ്പർമാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, കൊച്ചു കുട്ടികൾക്ക് തന്നെ നമ്മൾ ട്രെയിനിങ് വീട്ടിൽ നിന്ന് കൊടുക്കണം. ഒരു സാധനം അവിടെ ഇവിടെ വലിച്ചെറിയാതെ ആവശ്യം കഴിഞ്ഞ സാധനങ്ങൾ നമ്മുടെ വീടുകളിൽ ഒരു ഡസ്റ്റ്ബിനോ അല്ലെങ്കിൽ അത് നിക്ഷേപിക്കാനുള്ള പ്രത്യേക ഇടമോ ഒക്കെ കണ്ടെത്തി ഒക്കെ കൊടുക്കണം. ഇപ്പം നമുക്കറിയാം ഗ്രാമപ്രദേശങ്ങളിലാണ് എല്ലാവർക്കും ഒരു 10 സെൻറ്റ് 15 സെൻറ്റ് ഇല്ലാത്ത ഒരു വീടുകൾ പോലും കാണുകയില്ല. ഗ്രാമത്തിൽ ഫ്ലാറ്റിലെ ഉദ്ദേശിച്ചല്ല, ഫ്ലാറ്റിലുള്ള ഗ്രാമപ്രദേശങ്ങളും ഉണ്ട്, ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഒരു ചെറിയ പിറ്റുണ്ടാക്കി നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ ഭക്ഷണ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ഇറച്ചി മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഇടയിൽ പിന്നെ അവിടെ വന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, നമ്മളൊക്കെ കടകളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും പ്ലാസ്റ്റിക് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് വീടുകളിൽ കൊണ്ടുവന്ന് ഇട്ട് ഹരിതകർമ്മസേനയ്ക്ക് അത് കഴിയും തിരിച്ചും ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് ഒരു പാത്രവുമായി പോയാൽ അതിന് ഒരു പരിധി വരെ നമുക്ക് കുറവ് വരുത്തുവാൻ സാധിക്കും. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗങ്ങൾ കുറവ് വരുത്തുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ തന്നെ പല പല കാര്യങ്ങളിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ മാലിന്യം മുക്തമാക്കുവാൻ വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമമോ നമ്മുടെ പ്രദേശമോ നമ്മുടെ വീടോ ഒക്കെ ഭംഗിയാക്കുവാൻ സാധിക്കും. കൊച്ചുകുട്ടികൾ അതുപോലെ വീടിന് ചുറ്റുപാടും രസമായി ഇട്ടേക്കാതെ ചെറിയ ചെറിയ ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുക, അതുപോലെ പച്ചക്കറികൾ വെച്ച് പിടിക്കുക, അവരെ പ്രേരിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ചുവട്ടിലെ പുല്ല് നമ്മളൊന്ന് പറിക്കും. നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ കൊച്ചു കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകുക, അവരെ കൂടെ അതൊക്കെ കാണിച്ചു കൊടുത്ത് സ്കൂളിൻ്റെ പാട്ട് ഇപ്പോൾ MLA പറഞ്ഞു, അവിടെയും പറയുണ്ടായി ഇതൊരു പാർട്ടിയെ ഭാഗമാക്കണം. സ്കൂളിൽ കരിക്കുലത്തിൽ ഇത് ഉൾപ്പെടുത്തണം. എന്നാലേ കൊച്ചു ഇനിയിപ്പോൾ പ്രായമായി നമ്മളെയൊക്കെ നന്നാക്കിയിട്ട് കാര്യമില്ല, നമ്മളൊക്കെ ഇതിന് ഒരു പരിധിവരെയൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ കുഞ്ഞുങ്ങൾ ഈ ശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനായി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. നമ്മുടെ കോട്ടയം ജില്ലയെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമ്മൾ കേരളത്തെ പറയും. ഇപ്പോൾ സ്വന്തം നാട് നമുക്ക് പറയാൻ പറ്റുകയില്ല, എങ്കിലും സ്വന്തം നാടാക്കി വീണ്ടും കൊണ്ടുവരാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകണമെന്ന് മാത്രം എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനോടനുബന്ധിച്ച് 7-ാം തീയതി എല്ലാ പഞ്ചായത്തിലും ഒരാൾക്കെന്നാണ് അവിടെ തീരുമാനമെടുത്തിരിക്കുന്നത്. അവിടെ വലിയൊരു ക്യാൻവാസ് വരച്ച് കിട്ടും, വെള്ളത്തുണിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചിത്രരചന ചെയ്യുവാനുള്ള സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ ഓപ്പൺ ഫോറം കഴിഞ്ഞു, ഒരു ഉപന്യാസ മത്സരവും ഉണ്ടായിരുന്നു. അത് പഞ്ചായത്തിൽ അറിയിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുമെല്ലാം എങ്ങനെ ശുചീകരണം മാലിന്യമുക്ത കോട്ടയം ആയി എങ്ങനെ നമുക്ക് കൊണ്ടുപോകാനുള്ള നിർദ്ദേശങ്ങളും പരിഹാരങ്ങളുമായിരുന്നു ഇതിൻ്റെയൊക്കെ വിഷയം. അപ്പോൾ അങ്ങനെ പല പരിപാടികളുണ്ട്. 11 മണിക്ക് അവിടെ തിരുനക്കര മൈതാനത്ത് വന്നാൽ താല്പര്യമുള്ളവർക്ക് ചിത്രരചനയിൽ കൂടി പങ്കെടുക്കാം. അതിനുശേഷം 4 മണിക്ക് റാലിയും അതിനോടനുബന്ധിച്ച് പൊതുസമ്മേളനവും സമ്മാനദാനങ്ങളും ഒക്കെ ഉണ്ടാകും. എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം എല്ലാ കാര്യങ്ങളും ഉണ്ടാകണമെന്ന് അതിൽ ഒരു കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, നല്ലത് ഭവിക്കട്ടെ. ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എല്ലാവരും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. നേരെ പ്രത്യേകം വിളിക്കേണ്ട പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ ഓരോ പഞ്ചായത്തിലെയും പ്രവർത്തന അവലോകന റിപ്പോർട്ട് അദ്ദേഹത്തിന് നേരിട്ട് സമർപ്പിക്കാനാണ് കൊടുക്കുകയും ചെയ്യും. കൂടുതൽ സമയം നമ്മൾ എടുക്കുന്നില്ല, നമ്മുടെ യോഗം അവസാനിപ്പിക്കുകയാണ്. കാരണം 7-ാം തീയതി പരിപാടികളുണ്ടായ തിരക്കിലുണ്ട്. ഈ യോഗത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി കൊല്ലം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ഉത്തരൻ വി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. മാലിന്യമുക്ത പുതുപ്പള്ളി നിയോജക മണ്ഡലം അതിൻ്റെ പ്രഖ്യാപനം നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ചാണ്ടി മനോഹർ നിർവഹിക്കുകയുണ്ടായി, പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇന്നത്തെ ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമ്മളുടെ ഇന്നത്തെ ഈ പ്രഖ്യാപനവും ഇതിൻ്റെ ഉദ്ഘാടനവും ഇതിൻ്റെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച നമ്മുടെ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ബെറ്റി റോയ് മണിയങ്ങോട് ഈ യോഗത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി ആദരവോട് പ്രകാശിപ്പിച്ചു. അതുപോലെ തന്നെ
നമ്മളുടെ ഇന്നത്തെ ഈ പുതുപ്പള്ളി മാലിന്യമുക്ത പുതുപ്പള്ളി നിയോജകമണ്ഡലം പ്രഖ്യാപനവും അതിൻ്റെ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട MLA ശ്രീ ചാണ്ടി ഉമ്മൻ അവർ അദ്ദേഹത്തിന് നമ്മളുടെ ഇന്നത്തെ ഈ യോഗത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി ആദരപൂർവ്വം പ്രകാശിപ്പിക്കുന്നു. പിന്നെ നമ്മളുടെ ഇന്നത്തെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ ഒലിൻ ജോൺ സാർ, ഡെപ്യൂട്ടി ഡെവലപ്മെൻറ്റ് ഡയറക്ടർ സാറിനും ഈ യോഗത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. നമുക്ക് ഇന്ന് ഈ മാലിന്യമുക്ത നവകേരളം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിജ്ഞ ചൊല്ലിത്തന്ന വള്ളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരാധനായ പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ് സാറിന് ഈ യോഗത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി പ്രകാശിപ്പിച്ചിരുന്നു. അതുപോലെ നമ്മളുടെ ഇന്നത്തെ ഈ യോഗത്തിലെ പങ്കെടുത്ത് സംസാരിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സുധാ കുര്യൻ മാഡത്തിനും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും യോഗത്തിൻ്റെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുത്ത ആരാധ്യരായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, അത് പാമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലാലി റോയി, അതുപോലെ തന്നെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ചന്ദ്രൻ, അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സീമ ബിച്ചു നാരായണ, അതുപോലെ അകലക്കുന്നം കൂറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമ്പിളിമ, അകലക്കുന്നം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ മാത്തുക്കുട്ടി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനായ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാർ, ബഹുമാനായ മെമ്പർമാർ, അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറിമാർ, കുടുംബശ്രീയുടെ ആൾക്കാർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമ്മളുടെ ഈ യോഗത്തിൻ്റെ പേരിലും ഈ പ്രഖ്യാപന യോഗത്തിൻ്റെ പേരിലും എല്ലാവരുടെയും പേരിലും ഞാൻ നന്ദി ഒറ്റ വാക്കിൽ പ്രകാശിപ്പിച്ചു. Wow.